ഗുഡ് മോർണിംഗ്. നിങ്ങളിത് കാണുമ്പോൾ ഗുഡ് ഈവനിങ് ആയിരിക്കും. നമ്മള് അടുത്ത ദിവസത്തെ യാത്ര തുടങ്ങി. ഇനി തുംകൂർന്ന് ഹൈദരാബാദിലേക്കുള്ള യാത്രയാണ്. 9 മണിക്കൂറുണ്ട് ഇവിടുന്ന്. അപ്പൊ നമുക്കത് യാത്ര തുടങ്ങാമേ. യെസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഇതേത് സ്ഥലമാണ് കേട്ടാ? ഹോട്ടലിന്റെ പേരെന്താ? ബ്ലൂ മൂൺ ഹോട്ടൽ. സ്ഥലം ഗൂട്ടി ബ്ലൂ മൂൺ അല്ല, ബ്ലൂ മൂൺ. നല്ല ഉറക്കം വരുന്ന, അതുകൊണ്ട് ഞാൻ എത്തിയതൊന്നും അറിയില്ല. ആമിക്കുട്ടി നല്ല ഉറക്കം വരുന്നല്ലേ. രണ്ടാളും നല്ല ഉറക്കമായിരുന്നു. ഫുഡ് കഴിക്കാൻ എത്തി. ഞങ്ങൾ രണ്ടാളും നല്ല ഉറക്കമായിരുന്നു ഗൈസ്. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്, രക്ഷയില്ലാത്ത തണുപ്പ്. അങ്ങനെ തണുപ്പ് കൂടി ഞങ്ങൾ അറിയുന്നത് അല്ലേ. ഇവിടെ ഫുഡ് കഴിക്കാൻ എത്തിയപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റത്. ആമയ്ക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗീ റോസ്റ്റ് അല്ലേ. ആമ ഗീ റോസ്റ്റേ കഴിക്കും. ഗീ റോസ്റ്റ്. ഞാനെന്താ പറഞ്ഞിരിക്കുന്നത്? ഒനിയൻ ദോശ. നല്ലതാണോ ആമി? ഇഷ്ടപ്പെട്ടോ? സാമ്പാറൊക്കെ വെള്ളം പോലെ ഉണ്ട്. ടേസ്റ്റ് ഇല്ല. പിന്നെ ഇവിടെ ഇതൊക്കെ കിട്ടുള്ളായിരിക്കും. ഇവിടുത്തെ ടേസ്റ്റ് ഇതായിരിക്കാം. ആമിക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ആമിയുടെ പ്ലെയിൻ ദോശ. പിന്നെ ഒനിയൻ പറഞ്ഞുകൊണ്ടായിരിക്കും. ആമിക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെ ദോശ കൂടെ ഇതൊരു വെയിലവിടെ. ചാമ്പക്ക മരം, ഒരു തരി ചാമ്പക്കയില്ല. ഒരു കുറേ മരങ്ങൾ. ആയിക്കൊള്ളാം, സൂപ്പർ. ആമിക്കുട്ടി കളിക്കുന്ന നോക്ക്. ഹായ് ആമി. ഹായ് പറ. എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടി വീണത് കുട്ടി നമ്മൾ ആ കുട്ടി നോക്കിയിട്ട് പോയി. ആ കുട്ടിക്ക് പോവണ്ട, കരയണത്. അതിൻ്റെ ഭാഷയൊക്കെ കരയുണ്ട്. കരച്ചിലൊന്നും പ്രത്യേകിച്ച് ഭാഷയില്ല. സൗണ്ട് വരും. എല്ലാത്തിനും ഒരേ സൗണ്ട്. അയ്യോ, ഇത് കുഞ്ഞു കുട്ടികളുടെ ഞാൻ തോന്നുന്നു. അയ്യോ, ഞങ്ങൾ വിളിക്കേണ്ട അച്ഛൻ പോവാണല്ലോ. ഞങ്ങളിവിടെ നിന്ന് കളിക്കുന്ന അച്ഛറിഞ്ഞില്ലേ? ഇതേടെ പോണ നോക്ക്. നോക്കി വണ്ടി എടുത്ത് പോകുന്നു. അവളെ കൊണ്ടാവണ്ട്. ഏട്ടൻ ആള് കൊള്ളാലോ. ഞങ്ങളെ കളഞ്ഞിട്ട് പോണേരുന്നു ഏട്ടൻ. അവിടെ കളിക്കണോണ്ടില്ലേ? അതെ, ഇച്ചിരി വെള്ളം തന്നെ പിടിച്ച് പിടിക്കട്ടല്ലോ. അയ്യോ, അത് കൊട്ടാരാണോ? ആൾക്കാർ താമസിച്ചോണ്ടിരുന്നല്ലേ. ഓ, കൊട്ടാരം കണ്ടോ ഗൈസ്? അയ്യാ, കൊട്ടാരം. നമ്മൾ കണ്ടത് ആന്ധ്രാപ്രദേശിലെ പണ്ടത്തെ രാജാക്കന്മാർ താമസിച്ച സ്ഥലം ആയിരിക്കും അല്ലേ? കൊട്ടാരം, മലയുടെ മുകളിലെ കൊട്ടാരം. അവരെങ്ങനെ കയറിപ്പോയിട്ടുണ്ടാവും? ഞങ്ങൾ കയറിപ്പോവും അതിന്റെ മുകളിലേക്ക്. പിന്നെ പല്ലക്കല്ലായിരിക്കും അല്ലേ? റോഡുണ്ടോ അതിന്റെ മുകളിലേക്കോ? ഏറ്റവും മുകളിലേക്കോ? ഇവിടുത്തെ മെയിൻ അവരുടെ ജീവിതമാർഗം കൃഷിയാന്ന് തോന്നല്ലേ? എന്തോരം കൃഷി സ്ഥലമാണ്. കൃഷിയാണ്. സോളാറുണ്ട്.
വിൻഡോ വിൻഡോ ഞാൻ ഒരെണ്ണം പോലും കണ്ടില്ലല്ലോ. തെർമൽ പ്ലാന്റ് ഒക്കെ ഉണ്ടാവും. വിൻഡോ നിങ്ങൾ സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യക്ക് ആ ഭാഗത്ത് അപ്പുറത്തെ ഇഷ്ടം. വിൻഡോ ഉണ്ടാവും. വിൻഡോ അങ്ങോട്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്, തമിഴ്നാട്ടിൽ നിന്ന് കർണാടക, കർണാടകയിൽ നിന്ന് ഇപ്പൊ ആന്ധ്രയിൽ എത്തിയിട്ടുണ്ട്. ഇത് കർണൂല് കഴിയുമ്പോ തെലുങ്കാന എത്തും. ഇനിയിപ്പോ ദേ കുരങ്ങൻ, ദേ കുരങ്ങൻ. ഇനി ആന്ധ്ര. ഇനിയിപ്പോ ഗൂട്ടി എത്തി. ഗൂട്ടി കഴിഞ്ഞ് പിന്നെ ഏത് സ്ഥലമാണ്? കർമൂൽ. കർമൂല് കഴിയുമ്പോ തെലുങ്കാന എത്തും. തെലുങ്കാന സ്റ്റേറ്റ്. പിന്നെ അവിടെ നിന്നല്ലേ നമ്മൾ ബിരിയാണി കഴിക്കണേ? മുതിരച്ചാർ ബിരിയാണി അല്ലേ? ഉലുവച്ചാർ ബിരിയാണി. അത് അവിടുത്തെ സ്പെഷ്യലാണ് ഉലുവച്ചാർ ബിരിയാണി. ഭയങ്കര ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് അവിടെ കിട്ടുവാണെങ്കിൽ ആ ബിരിയാണി കഴിക്കണം. 7 വർഷം മുമ്പ് കഴിച്ച ബിരിയാണി നമ്മൾ വീണ്ടും കഴിക്കാൻ പറഞ്ഞു കേട്ട ആകാംക്ഷയിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഉലുവച്ചാർ ബിരിയാണി. ഉലുവച്ചാർ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ട്. വീട്ടില് നമുക്ക് അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് എന്തൊക്കെയോ ചേറ്റി പോയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ശരിക്കും ഉലുവച്ചാർ ബിരിയാണി എങ്ങനെയാണെന്ന് നമുക്ക് ഇത് നോക്കാം. കിട്ടുവാണെങ്കിൽ ചീറ്റി പോയിട്ടൊന്നുമില്ല. നല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഗൂട്ടി. നമ്മളിപ്പോ പോയത് ഊട്ടി. നമ്മുടെ നാട്ടിലുണ്ട് ഊട്ടി. നിങ്ങളുടെ നാട്ടിലുണ്ട് ഊട്ടി. അയ്യോ, ഊട്ടി തമിഴ്നാട്ടിലല്ലേ? അതിന് നമ്മുടെ തമിഴ്നാട്ടിലാണ് ഊട്ടി. ഇത് ആന്ധ്രയിലെ ഊട്ടി. PV ശിവറെഡ്ഡിയുടെ വണ്ടിയിൽ പോയി. ഇവിടത്തെ ഓരോരോ നേതാക്കന്മാര്, തമ്പ്രമാര്, റെഡ്ഡിക്കാർ. ബച്ചുപള്ളി എവിടെ? അമ്പലം. അത് സ്കൂളാണ്. ഓരോ അമ്പലവും പള്ളിയും കാണിച്ചിട്ടുണ്ടോ? ആമി പ്രാർത്ഥിച്ച അത് അമ്പലമല്ല, അത് സ്കൂളായിരുന്നു. സ്കൂളും ഒരു ക്ഷേത്രം തന്നെ. നമുക്കിനി ഇവർക്ക് പുറത്തെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാം. 763 കിലോമീറ്ററായി. 13.5 മണിക്കൂറായി നമ്മൾ ഈ വണ്ടിയിൽ ട്രാവല്. ഇന്നലത്തെ കൂടി കൂട്ടിയിട്ട് ടോട്ടൽ. ഇനി എന്തോരം കിടക്കണ വരണല്ലേ ഉള്ളു അല്ലേ? തൊട്ടക്കമായിട്ടുള്ളൂ. ഇനി എന്തോരം കിടക്കുന്നു. ഇതിന്റെ ഡബിള് ഉണ്ട് കാറിന്റെ ഉള്ളിൽ. പക്ഷെ ഇതിന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടല്ലേ? മൈലേജ് ഉണ്ട് വണ്ടിക്ക്. ഇവിടെ ശ്രദ്ധിച്ച എല്ലാ പെണ്ണുങ്ങളുടെയും ചേച്ചിമാരുടെയും എല്ലാ പെണ്ണുങ്ങളുടെയും തലയില് പൂവുണ്ടാവും. തമിഴ്നാട്ടിൽ വെള്ള കളർ പൂവാണെങ്കിൽ ഇവിടെ ചുമന്ന കളർ പൂവാണ്. എല്ലാവരും ഓറഞ്ച് കളർ. ആ ചേച്ചിയുടെ തലയിലുണ്ട്. അയ്യോ, മോൾക്ക് കുഞ്ഞുമോള് ജനിച്ചിട്ടേ ഉള്ളൂ. 1 മാസമൊക്കെ ആയപ്പോഴേക്ക് അച്ഛൻ ഇവിടെയായിരുന്നു. അച്ഛൻ്റെ ഓഫീസ് കാണിച്ചു തരാം. ഓഫീസല്ല, ആ ഒരു ഏരിയ. ഓക്കെ, കഴിഞ്ഞ നീറ്റല്ലേ? ആ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹിന്ദിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അയ്യോ, ആവില്ലോ. എത്ര വർഷം മുമ്പാണ്? 2017 ഇവിടെ ആയിരുന്നു. കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 7-8 ദിവസം ഉണ്ടായിരുന്നല്ലേ? അത് കഴിഞ്ഞപ്പോഴേക്കും ഈ നാട്ടിൽ നിന്ന് പൊറുതിമുട്ടി. കറങ്ങാൻ സ്ഥലമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഫുഡ് ശരിയല്ല, കറങ്ങാൻ സ്ഥലങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നു. ആ ഒരു ഓഫീസാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഏട്ടാ ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന്? വരാൻ
ആ അതാണ് എപ്പോഴെങ്കിലും ഇങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. വന്നോന്നുണ്ടായിരുന്നു. ഇവിടുത്തെ മറ്റേ ഫേമസ് ബിരിയാണി കഴിക്കാൻ വന്നോന്നുണ്ടായിരുന്നില്ലേ? ആ ഇവിടത്തെ ആണ് എപ്പോഴും പറയാറ്. എന്ത് ബിരിയാണിയാണ്? ആ ഉലുവച്ചാറ് ബിരിയാണി. ഇവിടുത്തെ സ്പെഷ്യലാണ് ഉലുവച്ചാറ് ബിരിയാണി എന്ന്. അപ്പൊ അത് കഴിക്കണം, അത് ഭയങ്കര ടേസ്റ്റ് ആണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്തായാലും നമ്മൾ കോവിഡ് സമയത്ത് ട്രൈ ചെയ്തിട്ട് നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. കോവിഡ് ടൈമിൽ ഉലുവച്ചാറ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നെറ്റിൽ പോയി സെർച്ച് ചെയ്ത് അതേപോലെയൊക്കെ മാക്സിമം നോക്കി. എന്നാലും ഇവിടെ വന്നിട്ട് ഇവരുണ്ടാക്കുമ്പോൾ ഇവിടെ നിന്ന് ആദ്യമായിട്ട് കഴിച്ചു നോക്കണം, എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കണം. യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇന്നറിയാം. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന സമയത്ത് അത് കിട്ടാറില്ല അല്ലേ? ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ ഹോട്ടൽ അടച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ആശയാണ് ആ കാര്യത്തിലൊക്കെ. അങ്ങനെ നമ്മൾ അച്ഛയുടെ നാട്ടിലെത്തി. അച്ഛയുടെ നാടല്ല, അച്ഛൻ നിന്ന നാട് കോത്തക്കോട്ട, ഹൈദരാബാദ്, തെലുങ്കാന അല്ലേ? തെലുങ്കാനയിലെ കോത്തക്കോട്ട. ഇവിടെ എന്താ കളിക്കണോ? ക്രിക്കറ്റ് പപ്പു ഒക്കെ ഇവിടെ പപ്പു കുഞ്ഞിലുള്ളപ്പോ ഇവിടെ ഇവിടുത്തെ ഫ്ലാറ്റിലാണ് കാണിച്ചു തരാൻ. പപ്പു ഇവിടെയായിരുന്നു. പക്ഷെ ഇവിടെ താമസിക്കുന്നവര് സമ്മതിക്കണം കേട്ടോ, ഒരു വരണ്ട കാലാവസ്ഥ ഒന്നുമില്ല. ഇവിടെ ഉള്ളവർക്ക് യൂസ്ഡ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ വന്ന പോയവർക്കൊക്കെ ബുദ്ധിമുട്ട് പാടില്ലേ? 8 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിനോട് മതിയായി. ഒന്നും നോക്കില്ല, റിസൈൻ ഇട്ടാണ് പോകുന്നു. പപ്പുവിന്റെ ഫ്ലാറ്റ്, ആമിയുടെ കൂട്ടുകാരിയുടെ ഫ്ലാറ്റ് നോക്കണുണ്ട്. ആമി എവിടെയായിരുന്നു? 2 ഇവിടെ ഇപ്പോഴും ഫ്ലാറ്റുകളുണ്ട് കേട്ടോ. സോ മെനി ഫ്ലാറ്റ്സ് അവൈലബിൾ ഹിയർ. ആണോ? നമുക്ക് നോക്കാം. നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്ന് കാണാം കേട്ടോ. ഇവിടെയാണ് ആമിയുടെ ഫ്രണ്ട് പപ്പു നിന്നത്. നല്ല നാടാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, 7 വർഷത്തിൽ വന്ന മാറ്റമാണ് ഇവിടെ. ട്രെൻഡ്സ് വന്നു. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ മാറ്റം. യെസ്, ഇവിടെ എന്താണ് ആൾക്കാരൊക്കെ ഓടണത്? കുഞ്ഞു കുട്ടികള് സ്പോർട്സ് ആണോ? ഇവിടെ സ്കൂളിലെ കുട്ടികളാണ് ഓണം നോക്കണേ. ഇവിടുത്തെ സ്കൂളിലെ പിള്ളേരായിരിക്കുള്ളൂ. ഇവിടെ യൂണിഫോം ഒന്നും ഉണ്ടാവില്ല. എന്താണത്? എക്സിബിഷനും എല്ലാം കൊണ്ടുപോകണായിരിക്കും. എക്സിബിഷൻ പോട്ടെ, എക്സ്കർഷൻ എന്നാണ് ഇവിടെ പറയണത്. ഇവിടെ അല്ല, പണ്ടൊക്കെ പറയണേ. ഈ പെണ്ണ്, ഈ കുട്ടി കുറെ നേരമല്ലോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അവിടെ ഈ പെണ്ണിന്റെ പുറകെ കൊണ്ടാണ് കുറെ. അത് അവിടെ മുതലേ നമ്മുടെ ഒപ്പം ഉണ്ട്. ബാവർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ബാവർജി അത് താമസിച്ചാണ് ഫുഡ് കഴിച്ചാണ്? ഫുഡ് കഴിക്കാൻ ബാവർജി കൊള്ളാലോ. ബാവർജി ഫാമിലി റെസ്റ്റോറന്റ്, അവിടെയാണ് എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്. ഇവിടെ ആയിരുന്നു, ഇവിടെ അടുത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് സ്ഥലം കാണാം. ഇതല്ലേ? ഓക്കെ ഓക്കെ. അവിടെ മോളിലത്തെ റൂമിലല്ലേ? അവിടെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് കേട്ടോ സംഭവം? ഇവിടെ പ്രേതമുണ്ട് എന്നൊക്കെ പറയണം. രാത്രി പ്രേതത്തിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്തോ നിഴല് കണ്ട് പേടിച്ച്, അത് പ്രേതാണെന്ന് അങ്ങോട്ട് സങ്കല്പിച്ച്. ആ ഒരു സ്ഥലമാണ് അത്. അത് മുകളിലല്ലേ? അത് വീട് പോലെയാണ്. വീടാണ്, ഒരാളുടെ താഴെ ഓണർ, കുഞ്ഞു കുഞ്ഞു റൂമുകളായിട്ട് ഹോട്ടല് കഴിച്ചോണ്ടിരിക്കുന്ന ഹോട്ടല്, ബാവർജി ഹോട്ടൽ. കണ്ട ആമിക്കുട്ടി അച്ഛൻ നിന്ന സ്ഥലം. ആമിക്കുട്ടി കുഞ്ഞു ബേബി ആയിരുന്നു. അപ്പൊ അവിടെ മറ്റേ ടൈപ്പ് ഓട്ടോട്ടോ. ബാക്കില് ഇരിക്കാം, ബാക്കില് ഫ്രണ്ടിലും ഇരിക്കാം, ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പെട്ടി വണ്ടിയിലൊക്കെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കണേ. അതുപോലെയൊക്കെ എല്ലാ കുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഹെൽമെറ്റ് ഇടൂല. 2 വീലറിന് ആരും ഹെൽമെറ്റ് ഇടില്ല എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പോണത്. ഒരു ചെവിയിൽ ഫോണും ഉണ്ടാകും. അങ്ങനെയൊക്കെ വിളിച്ചിട്ട് വെച്ചിട്ടാണ് പോകുന്നത്. ഒരു 5-8 പേര് വണ്ടി കയറ്റി, ഹെൽമെറ്റ് വെക്കില്ല, ഫോണിൽ ഇങ്ങനെ സംസാരിച്ച്. അങ്ങനെയാണ് ഇവിടുത്തെ നാട്ടുകാർ.
ഇതാണ് ആ ഹോട്ടൽ. നമുക്ക് ആ ഉലുവച്ചാർ ബിരിയാണി തരാൻ പോകുന്ന ഹോട്ടൽ. ഫുഡ് പിരമിഡ്. ഫുഡ് പിരമിഡ് വലിക്കുന്നുണ്ടോ? നമുക്ക് അവിടെ ലുക്ക് ലൈക്ക് പിരമിഡ്. അത് ഗ്ലാസ് പോലത്തെ. ആമയ്ക്ക് പാർക്ക് മതി, ഫുഡ് വേണ്ട. ഇവിടെ കുറെ സാധനമുണ്ട്, സാധനങ്ങളൊക്കെ മേടിക്കാം. അങ്ങനത്തെ ഷോപ്പിംഗ് ഹോട്ടൽ. നോ ഷോപ്പിംഗ് ഹോട്ടൽ. ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ബാഗ്. അതെ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം. അയ്യോ എന്താ വെയില്. കയ്യൊക്കെ കഴുകണോ? കഴിച്ചൊക്കെ കഴുകണല്ലോ. നമ്മ കൈ കഴുകല്ലേ, കുളിച്ചല്ലേ? അവിടെ ചൂടുണ്ടോ? അവിടെ ഇവിടെ ഇരിക്കേ. എനിക്കിരിക്കാമോ? വലിയവർക്ക് ഇരിക്കാമോ? അവരിയ്ക്കരുതെന്നൊക്കെ പറയോ? ഇത് വലിയ പിള്ളേരുടെ. ആ മരം നോക്കി, ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കി, എന്താ ഭംഗി. നല്ല ഭംഗിയുണ്ടല്ലോ ലൈറ്റ്. കൊള്ളാല്ലേ അത്? ഇതാണ് മണി ബോക്സ്. അതന്നെ. നൈസ്. ഇതല്ലടാ കുറച്ചെടുക്കുന്ന സ്റ്റൈലിഷ് ബേബി ആണോ? കഴിച്ചിട്ട് വരാം. അവിടെ വന്നപ്പോൾ അമ്മയ്ക്കെല്ലാം വേണം. ആ പാവക്കുട്ടിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ടീച്ചറിനായിട്ട് സൂപ്പറായിരിക്കും. സ്കൂളിൽ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് ഞാനെങ്കിലും കളയുടെ ബാഗിൽ. നമുക്ക് ബുദ്ധൻ്റെ അടുത്തില്ല. ബുദ്ധൻ ഇവിടെ ഉലുവച്ചാർന്ന് മുതിരയല്ലേ? അതല്ലേ? ആ ഉലുവച്ചാർ എന്ന് പറയുമ്പോൾ മുതിരയില്ലേ, നമ്മുടെ നാട്ടിലെ മുതിര എന്നാ പറയുന്നത്. ആ ഒരു സംഭവം വെച്ചിട്ടാണ് അത് തലേദിവസം എന്തോ 12 മണിക്കൂർ എന്തോ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്തോ സംഭവമാണത്. ഉലുവച്ചാർ ബിരിയാണി എന്നാണ് പറയുന്നത്. ഞങ്ങളൊരു ഗെയിം കളിക്കാൻ കേട്ടോ. എന്ത് ഗെയിം എന്നറിയാം? മാജിക്കൽ ഗെയിം. അതിന് ഒരു ടിഷ്യൂ നമ്മളിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി ബോൾസ് ആക്കി വെക്കുക. ഞാൻ ശരിക്കും നമ്മൾ ഗെയിം കളിക്കാൻ പോയപ്പോഴേക്കും ഫുഡ് വന്നു. ഫുഡ് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ മാത്രമേ കിട്ടിയാൽ മറ്റുള്ളവർ കിട്ടണ്ട. അവർക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു കൈ തെറ്റി വെച്ചു, അടയ്ക്കു, കണ്ടുവച്ചു, ഒരെണ്ണം ഇവിടെ വെച്ചു. ഓക്കെ, ഒന്നുമില്ല. കണ്ണടയ്ക്കും. പതുക്കെ തുറക്കും. എല്ലാത്തിലും ഒരെണ്ണം വീതമല്ലേ വെച്ചത്. രണ്ടെണ്ണമായില്ലേ? മാജിക്. This is magic. Tissue ball magic. കണ്ടുപിടിച്ചു കുട്ടി, കണ്ടുപിടിച്ചു.
അങ്ങനെ ഉള്ളിച്ചാർ ബിരിയാണി കഴിഞ്ഞിട്ട് തന്നെയായിരുന്നു ഞാൻ ഉണ്ടാക്കിയപ്പോൾ. ചുമന്ന് തുടുത്ത ബിരിയാണി. സ്മെല്ലുണ്ടോ? ചോദിച്ചോ. ഗ്രേവിയ ആദ്യം നോർമൽ കഴിച്ചിട്ട് ഇവിടുത്തെ സ്റ്റൈലിൽ കഴിക്കാം. സവാള സവാള നല്ല ചൂട് ഞാൻ ഇത്രയും ചൂട് കഴിക്കില്ല. കൊള്ളാലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് എരിവാണ്. ഇവിടെ കുറച്ച് സ്പൈസി ആയിരിക്കുമല്ലോ, അവരൊന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സൂപ്പറാണ്. കഴിച്ചിട്ടൊക്കെ ഇതൊന്നും വെച്ചാറ് ബിരിയാണി അല്ല, മുളകച്ചാറ് ബിരിയാണി. മുളകച്ചാറ് ബിരിയാണിയാണ്. കണ്ണിനും മൂക്കിനും അതൊക്കെ ടേസ്റ്റ് ഉണ്ട്. കഴിക്കണമെന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റില്ല. മൂക്കിനും കണ്ണിനൊക്കെ വരുന്നത്. ഈ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഇതെന്തെന്നാ ഇത് എനിക്ക് തോന്നുന്നു കഷ്ണണ്ടി അല്ല, ഇത് കപ്പലണ്ടി. ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ, ഈ ബിരിയാണി അല്ല, ഇവിടുത്തെ എന്ത് ഇവിടുത്തെ എന്ത് ഇതാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഐസ്ക്രീം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ രൂപ കൂടും. പോകുമ്പോൾ ഇപ്പോൾ ഒരു തണുപ്പല്ലേ, ഇപ്പോൾ ഒരു സുഖ പുകച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞു. കാരണം ഇതിന് മുമ്പ് കഴിച്ചത് ഇത് തന്നെയായിരുന്നു ടേസ്റ്റ്. അറിവില്ല ഇപ്പം ഇവര് എരിവ് കൂട്ടി. നമ്മള് ജ്യൂസായി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ബിരിയാണി ഇഷ്ടപ്പെട്ടു. ഞാൻ ആമി ബിരിയാണി ഫുള്ള് കഴിച്ചിട്ട് പവാന് വിശന്നിട്ടായിരിക്കും, ടേസ്റ്റ് ആക്കില്ല. അത് ഞാൻ എരിവുള്ളത് പാട്ട് ഞാൻ ഒരു പിരി കഴിച്ച്. അപ്പോൾ എനിക്ക് എരിവ് വന്നിട്ട് വൈറ്റ് റൈസ് തന്നെ, അത് ഞാൻ കഴിച്ചു. അമ്മ മുട്ടമ്മടി തന്നെ. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ എത്തി ഗൈസ്. അവിടെയാണ് അച്ഛൻ താമസിച്ച സ്ഥലം. അച്ഛൻ പറഞ്ഞില്ലേ മറ്റടുത്ത് നിന്നിട്ട് കുറച്ച് 4 മാസം കഴിഞ്ഞപ്പോൾ മറ്റേ കുറേ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ മാറിയെന്ന്. ഗോസ്റ്റിൻ്റെ ആ സ്ഥലമാണ് രണ്ടാമത് താമസിച്ച സ്ഥലമാണത്. ആദ്യം താമസിച്ച സ്ഥലത്ത് ചെറിയ ഗോസ്റ്റിൻ്റെ പ്രശ്നം, തമാശകളാണ് പറഞ്ഞെന്നുണ്ടെങ്കിലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് താമസം മാറി. അവിടെ താമസം ഇങ്ങോട്ടേക്ക് മാറി. ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോണേട്ടോ. അങ്ങനെ നമ്മൾ അച്ഛയുടെ വീട്ടിൽ എത്തി. അച്ഛയുടെ വീട്ടിലല്ല, അച്ഛയുടെ നാട്ടിൽ അല്ല, അച്ഛയുടെ നിന്ന വീട്. ലെഫ്റ്റ് സൈഡ് അല്ലേ? ഓ, ഏറ്റവും മുകളിലല്ലേ? കൊള്ളാലോ, ഫുൾ ബിൽഡിംഗ് ഇതല്ലേ? ഫുൾ ബിൽഡിംഗ് നിങ്ങളുടെ ആയിരുന്നോ? നിങ്ങളുടെ ഓഫീസ് കമ്പനിയുടെ അല്ലേ? ഇപ്പൊ ഇത് ഫാമിലിക്കാ കൊടുത്തേക്കണെന്ന് തോന്നുന്നു. ഇവിടെയാണ് താമസിച്ച്, ഇവിടെ നിന്നിട്ടാണ് നമ്മൾ എന്നെ വിളിച്ചോണ്ടിരുന്നത്.
മറ്റേ മന്ദിർ. ഗോൾഡൻ ഒന്നും എഴുതിയിട്ടില്ല. ഗോൾഡൻ വിളക്കിന്റെ ഇതുപോലെ ഉണ്ട്, ഞണ്ട് പോലെ ഉണ്ട് അല്ലേ. ഇത് നമ്മളുണ്ട്. മൻമോഹൻ സിംഗ് മരിച്ചോണ്ട് ഫ്ലാഗ് താഴ്ത്തി വെച്ചോ. കുട്ടി പൊന്നോ, ഒരു യുദ്ധം കഴിഞ്ഞു ഗൈസ്. എന്ത് തിരക്കായിരുന്നു. 4 സൈഡിൽ നിന്ന് വണ്ടികളല്ല, ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന പോലെ വണ്ടികൾ. ഒരു കണക്കിനാണ് ഓടിച്ചു വന്നത് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ ഹൈദരാബാദ് ബ്ലോക്കിലൂടെ വണ്ടി ഓട്ടം? നല്ല രസം. വണ്ടികൾ അവിടെ വണ്ടി, ഇവിടെ വണ്ടി, ഫ്രണ്ടിൽ വണ്ടി, സൈഡിൽ വണ്ടി, തിങ്ങി 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 കുത്തി കുത്തി കുത്തി. നമ്മുടെ കൊച്ചിയിലും ഇത്രയും ബ്ലോക്കില്ലോ. ബ്ലോക്ക് കണ്ട് കണ്ട് കണ്ടാണ് ഞാൻ ഉറങ്ങി. എനിക്ക് ബ്ലോക്ക് വേണ്ട, ഞാൻ ഉറങ്ങി. ഞാൻ കണ്ടു. അല്ലു അർജുൻ നിൽക്കണോക്കെ. അല്ലു അർജുൻ കൊലങ്ങൻ വേഷത്തിലങ്ങനെ കണ്ടു. ഞങ്ങളിതാ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഓട്ടോയിൽ കയറിയിരിക്കുന്നത്? ഞങ്ങൾ ലുംബിനി പാർക്കിൽ പോവാണ്. നമ്മൾ വണ്ടിക്ക് പോയാൽ ഇവിടുത്തെ ബ്ലോക്കിലൊക്കെ പെട്ടാകെ പണിയാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഒല പിടിച്ചു. ഒലയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 15 മിനിറ്റ് അല്ല, 15-20 മിനിറ്റിനുള്ളിൽ നമ്മളെത്തും. ഒലയിൽ കയറി ഇതിൻ്റെ ഓട്ടോയിൽ കയറിയതിൻ്റെ സന്തോഷത്തിലാണ് ആമക്കുട്ടി. നമ്മുടെ വണ്ടിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തൂല. ഗൂഗിള് പറയുന്ന ആ വഴിയിലൂടെയൊക്കെ നമ്മൾ പോയി ബ്ലോക്കൊക്കെ കിട്ടി എത്തുമ്പോൾ ഒരു സമയമാവും. ഇവരാകുമ്പോൾ കുത്തി 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 നമ്മളെവിടെയൊക്കെ വെച്ചാൽ കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ളടത്തൊക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം ഒലയൊക്കെ പിടിച്ച് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പെട്ടെന്ന് എത്തും. അങ്ങനെ നമ്മൾ എത്തി. നോക്കട്ടെ, ഇറങ്ങട്ടെ. എന്ത് മേടിച്ചാൽ ഇറങ്ങിയാലേ ഉള്ളൂ. നാമജപം പോലെ കൊണ്ടുനടക്കണം. മേടിച്ചോരോ. നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ വരണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വരാം കേട്ടോ. അത്ര ഹൈറ്റിൽ പോവത് കേരള. നോക്ക്, ഭയങ്കര ഹൈറ്റില്ല എന്റെ പൊന്നുകുട്ടി. കുഞ്ഞല്ലേ? मैडम बेबी ड्राइंग 5-10 मिनट्स बहुत अच्छा है. खाली 5 मिनट में डोंट मिस इट. ആമിയുടെ ഡ്രസ്സ് മാജിക്കൽ ഡ്രസ്സാണ്. കാണിച്ചോട്ടെ, മാജിക്കൽ ലൈറ്റ് അത് കണ്ടോ ലൈറ്റ് പോടെ നോക്കണേ. ലൈറ്റ് ആക്കിട്ട് ലൈറ്റ് ഓഫ് ആക്ക്. ഓഫായി. മാജിക്കൽ ഡ്രസ്. ഫസ്റ്റ് ആമിക്കുട്ടിയാണ് കേട്ടോ കയറിയിരിക്കുന്നത്.
വീടിന് പോലത്തെ ഫീല്. എന്താ വീടിന് പോലത്തെ ഫീല്. പുളി വീഴും. ഇപ്പൊ വീഴാ പുളി. നമുക്ക് കണ്ടിട്ട് വരാം. നോക്കട്ടെ. യെസ്, പിടിച്ചു നിന്നോ. ലേസർ ഷോ കാണാനാണ് തോന്നുന്നത്. പക്ഷെ അറിയില്ല കേട്ടോ, അത് ഫുള്ളാണോന്ന് അറിയില്ല. നോക്കാം. ലേസർ ഷോ When Ibrahim Qutb Shah the king heard about his son's love for a beautiful Hindu girl, he thought it was but a passing fantasy, an infatuation of him. ലേസർ ഷോ കണ്ടിറങ്ങി ഗൈസ്. സൂപ്പറായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ലേസർ ഷോ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? അടിപൊളിയായിരുന്നു. ഭയങ്കര തിരക്ക്. നമുക്ക് അത് കണ്ടോ? അതൊക്കെ നോക്ക്. ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പുള്ളിക്ക് ഭയങ്കര സ്പീഡിലെ ഓട്ടോ. കാരണം നമ്മുടെ ഇവിടെ പോകുന്നു. അതുകൊണ്ടേ പിടിച്ചിരിക്കട്ടോ. പയ്യ പറയണം നമ്മളെ കളിയാക്കണം. വെൽക്കം ടു ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്യാമറയും കൊണ്ട് വരുമ്പോൾ തന്നെ എല്ലാ പിള്ളേരും മുടിയൊക്കെ വാരി അവിടെ വൃത്തിയാവാം. കൊള്ളാം. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ചാർമിനാർ കാണാനാണ് പോയത്. അവിടെ ഭയങ്കര റഷായിരുന്നു. റഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. ഷോപ്പിംഗ് ഒക്കെ നടത്തി അവിടെ നല്ല ചീപ്പ് റേറ്റിനാണ് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി പിന്നെ തിരിച്ചു വരാനാണെങ്കിൽ ഓലെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നു. ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. നടന്ന കാലിൻ്റെ ഉപ്പാട് പോയി നമ്മുടെ. ഭയങ്കര ബുദ്ധിമുട്ട്. ഇതൊക്കെ ആൺകുട്ടിക്ക് വാങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന അവിടെ തന്നെ വന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ പ്യുവർ വെജാന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിൻ്റെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങണം. ഓക്കെ നോക്ക്. ഈ ഹോട്ടലിൻ്റെ ആംബിയൻസ് അടിപൊളിയാട്ടോ. സൂപ്പർ. കുട്ടി കാണിക്കാൻ നോക്കി. അവിടെ പോയി നിൽക്കാൻ പോലെ. നീ വെള്ളത്തിലിറങ്ങിക്കണോലുണ്ടോ? വെള്ളത്തിലിറങ്ങിക്കണോലുണ്ടോ? നോക്കട്ടെ നോക്കട്ടെ. കരിഞ്ഞ ഞാൻ
ഞങ്ങൾ കഴിച്ചിട്ട് റൂമിൽ പോവും, കിടന്നുറങ്ങും. ഇത്രേ ഉള്ളൂ. പിന്നെ നാളെ രാവിലെ എണീച്ചിട്ട് നമ്മളിവിടെ പോലെ രാമോജി ഒരുമിച്ചെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളാകെ ടയർഡായി. യാത്ര കഴിഞ്ഞ് വന്നു, ഷോപ്പിങ്ങിന് പോയി, അത് നടന്നു, ഒരുപാട് നടന്നു, ആകെ ടയർഡായി. അപ്പോൾ നാളെ രാവിലെ എണീച്ചിട്ട് നമ്മൾ ഫിലിം സിറ്റിയാണ് പോകും. അപ്പോൾ നമുക്ക് ആ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ.